നമ്മൾ ഈ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിൻ്റെ അവസ്ഥ എന്താ? എഴുതുന്ന അസൈൻമെൻറ്റ്സ്, ഡെഡ് ലൈന്, ലാസ്റ്റ് മിനിറ്റത്തെ പഠിത്തം, ഓ എന്തൊക്കെയല്ലേ. ഫൈനലി എക്സാം അങ്ങ് തീർത്തു, ഡിഗ്രി കയ്യിലും കിട്ടി. ഗ്രാജുവേഷൻ ഡേ എന്തൊക്കെയാണ്, പേരൻസിന് പ്രൗഡ്, ഫ്രണ്ട്സ് ക്രൈയിങ്, ഫോട്ടോസ്, മെമ്മറീസ്, എന്തൊക്കെയാ. ക്യാപ്ഷൻ: ഹാർഡ് വർക്ക് പേസ് ഓഫ്. പിറ്റേ ദിവസം രാവിലെ 10:30 എണീക്കുന്നു. അസൈൻമെൻറ്റ്സ് ഇല്ല, അറ്റൻഡൻസ് ഇല്ല, ഇന്റേണൽസ് ഇല്ല, ചുരുക്കം പറഞ്ഞാൽ പർപ്പസേ ഇല്ല. പിന്നെ അങ്ങോട്ട് പേരൻസിൻ്റെ ചോദ്യങ്ങളാണ്, വാട്ട് ഈസ് നെക്സ്റ്റ്? ആൻഡ് വി വിൽ ബി ലൈക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് പ്ലാൻ? ദൈവത്തിന് മാത്രം അറിയാം. ആദ്യത്തെ കുറച്ച് ദിവസം ചോദ്യങ്ങളായിരിക്കും, പിന്നെ അങ്ങോട്ട് കുത്തുവാക്കായി തുടങ്ങും. അത് കേട്ട് നമ്മളാണെങ്കിൽ കയറിയിട്ട് വർഷങ്ങളായിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ കയറി നോക്കും. ആൻഡ് അപ്ലൈയിങ് ഫോർ ജോബ്സ്, ജോലി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അവിടെയും നിരാശപ്പെടുത്തുന്നൊരു ചോദ്യമാണ്. റിക്വയർമെൻറ്റ് നോക്കുമ്പം 2 years എക്സ്പീരിയൻസ്. അതങ്ങനെ ഞാൻ ഇന്നലെ ഗ്രാജുവേറ്റ് ആയിരുന്നു. എന്നാലും വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ കയറി അപ്ലൈ ചെയ്യും ഓരോ സ്ഥലത്ത് ജോലിക്ക്. എന്നിട്ട് ഇവരുടെ റിപ്ലൈയും കാത്ത് നമ്മളിരിക്കും. എത്ര ദിവസം കഴിഞ്ഞു പോകുമെന്ന് നമുക്കറിയില്ല. ഓരോ ദിവസം ഇങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് കാര്യം? ഒരു കാര്യമില്ല. എക്സാക്ട് ആ ടൈമിലായിരിക്കും നമ്മൾ ആലോചിക്കുക കോളേജ് എത്രത്തോളം മനോഹരം എന്നുള്ളത്. എന്തായിരുന്നല്ലേ കൂട്ടുകാർ, അസൈൻമെൻറ്റ് ചെയ്യാനുള്ള ആ തിടുക്കം, ലാസ്റ്റ് മിനിറ്റത്തെ പഠിത്തം, പരസ്പരം ഊക്കുക, കളിയാക്കുക, റോസ്റ്റ് ചെയ്യുക, എന്തൊക്കെ മനോഹരമായ മൊമെൻറ്റ്സ് ആയിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതേ തിരഞ്ഞെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കും പലപ്പോഴും നമ്മുടെ ദൈവത്തോട് നേരത്തെ തീരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക കോളേജ്. പുറത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കുമ്പോൾ ന്യൂ ബിഗിനിങ്സ് അല്ലെങ്കിൽ ന്യൂ ചാപ്റ്റർ എന്നൊക്കെയായിരിക്കും. ഉള്ളിലോട്ട് നോക്കുമ്പോഴാണ് എന്തൊക്കെയാ നടക്കുന്നതെന്നറിയാത്തത്. എനിവേ, ആ ചാപ്റ്റർ തീർന്നു. ഇനി അടുത്ത ചാപ്റ്റർ എന്താണെന്ന് ദൈവത്തിനറിയാം.